ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് KCET കർണാടക കണ്ടക്ട് ചെയ്യുന്ന CET കോമൺ എൻട്രൻസ് എക്സാം വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ഒന്നുമല്ല. അതായത് ഒരു നീറ്റ് ലെവലോ അല്ലെങ്കിൽ JEE ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ഇതിൽ വരുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇത് വരുന്നത് ഒരു കീം ലെവൽ ചോദ്യങ്ങളാണ്. നമ്മൾ ഇത് എങ്ങനെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹൗ ടു ക്രാക്ക് KCET എക്സാം 2025. കാരണം കേരളത്തിൽ നിന്നും ഒരുപാട് മലയാളി കുട്ടികൾ BSc നഴ്സിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്, അതായത് കർണാടക സ്റ്റേറ്റ് ആണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളി കുട്ടികളാണ് അവിടെ പോയിട്ട് BSc നഴ്സിംഗ് എല്ലാ വർഷവും പഠിക്കുന്നത്. കാരണം കേരളത്തിലാറെ നല്ല നഴ്സിംഗ് കോളേജസും മെഡിക്കൽ കോളേജസും ഉള്ളത് കർണാടകത്തിൽ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് കർണാടക തന്നെയാണ്. നിയർ ബൈ സ്റ്റേറ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലുള്ള കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ ഈസിയാണ് കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 16-നും 17-നുമാണ്. ഏപ്രിൽ 16-ന് ഫിസിക്സും കെമിസ്ട്രിയും രാവിലെ മുതൽ ഉച്ച വരെ ഒരു എക്സാമും ഉച്ച മുതൽ വൈകുന്നേരം വരെ വേറൊരു എക്സാമും. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം 17-ാം തീയതി നമുക്ക് ബയോളജിയുടെ എക്സാം ആണ് വരുന്നത്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 60 മാർക്ക് വെച്ചിട്ടാണ് ഓരോ ചോദ്യ പേപ്പറും ഉണ്ടാവുക. ടോട്ടൽ 180 മാർക്കാണ് KCETക്ക് 2025 ചോദ്യങ്ങൾ ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഇല്ല. എല്ലാ മാർക്കിനും ഓരോ ശരി ഉത്തരത്തിനും ഒരു 1 മാർക്ക് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിറ്റേജ് നോക്കണം. വെയിറ്റേജസ് നമ്മൾ വാട്സപ്പ് ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ചാനലിലാണ് KCETയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഏപ്രിൽ 16, 17 വരെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവുക. നമ്മുടെ കരിയർ ഗൈഡൻസിൻ്റെ നമ്മുടെ ചാനലിലായിരിക്കും. അപ്പോൾ ചാനലിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ, അതായത് 2023-ത്തെയും 2024-ത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ടുള്ള ചില പാഠങ്ങളിലെ വെയിറ്റേജ്, എത്ര പെർസെൻറ്റേജ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ശേഷം, അതായത് 16-നും 17-നും ശേഷം നമ്മൾ ആഫ്റ്റർ എക്സാം നമ്മൾ കോളേജിൻ്റെ ലിസ്റ്റ്, അതായത് നമുക്ക് കർണാടകത്തിൽ ഒരുപാട് 540-ലധികം കോളേജസ് ആണ് കർണാടകത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ്, ഒന്നാമത്തെ കാറ്റഗറി ഏറ്റവും ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ടയർ 1 കാറ്റഗറിയിൽ വരുന്ന ലിസ്റ്റിലുള്ള കോളേജസ് നമ്മൾ പബ്ലിഷ് ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറി, അതായത് മെഡിക്കൽ കോളേജസ് നമ്മൾ പബ്ലിഷ് ചെയ്യും. മൂന്നാമത്തെ കാറ്റഗറി ഏറ്റവും നല്ല നഴ്സിംഗ് കോളേജസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിലെ കരിയർ ഗൈഡൻസ് ചാനലിലാണ്. അപ്പോൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം അതിനുള്ള ടിപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ടിപ്പ് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒന്നാമത്തെ കാര്യം നമ്മുടെ യൂട്യൂബിൽ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും +1 +2 ലെവല് 2023-ലെയും 2024-ലെയും ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്തിട്ട് അത് ഇപ്പോൾ നമുക്ക് ടോട്ടൽ 60 ചോദ്യമാണല്ലോ ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുക. ഇത് എഴുതാൻ നമുക്ക് ആകെ 80 മിനിറ്റേ സമയമുള്ളൂ. അപ്പോൾ അതായത് ഓരോ ചോദ്യത്തിനും 1 മിനിറ്റും ചില്ലറ സെക്കൻഡും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുക? കാരണം അത്രയും ലെവൽ ചോദ്യമാണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ശരി ഉത്തരം കണ്ടെത്തണം. അപ്പോൾ നമ്മൾ +1 +2 പഠിച്ച പോലെ പഠിച്ചിട്ട് ഈ KCET എക്സാം എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന്, അത് ഈസി മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ ഓരോ ചാപ്റ്ററിലെയും ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിൽ. അതിൽ ഓരോ +1-ലെയും +2-ലെയും ഓരോ ചാപ്റ്റേഴ്സ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 2023-24 ലെവലിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ അധ്യാപകർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ടിപ്പാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഈ ചോദ്യം കഴിഞ്ഞ വർഷത്തെ ചോദ്യം മാത്രമല്ല, ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷ ചോദ്യങ്ങളാണെങ്കിലും അതിൻ്റെ മുമ്പത്തെ വർഷത്തെ ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇനി വരാൻ ചാൻസസ് ഉള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലത്തെ, അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയിലോട്ട് നമ്മൾ എത്തണം. ഇനി ആകെ 10-15 ദിവസമേ ഉള്ളൂ. കാരണം 15-ാം തീയതി ആകുമ്പോഴത്തേന് നമ്മൾ എന്തായാലും എല്ലാവരും കർണാടക എത്തും. കാരണം 16-ാം തീയതി എക്സാമാണ്, 2 ദിവസത്തെ പരീക്ഷയാണ്. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും
ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമ്മുടെ വിദഗ്ധ അധ്യാപകര് എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ അതായത് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷത്തെ അതിന്റെ മുമ്പത്തെ വർഷത്തെ ചോദ്യ പേപ്പർ കാണുമ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ എത്രത്തോളം ചോദ്യങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുമ്പത്തെ വർഷത്തെയും ചോദ്യ പേപ്പർ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലാട്ടോ, ഗ്രൂപ്പിലല്ല, ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനലിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പുതുതായിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കുകളും കാണാനും അത് ക്ലിയർ ചെയ്യാനും പറ്റും. പിന്നെ നാലാമത്തെ ഒരു ടോപ്പിക്ക്, ഇത് മാത്രം നിങ്ങൾ നോക്കരുത്, ഇതിന്റെ പുറമെ സെൽഫായിട്ട് അസസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാനുള്ള, ഇതിനൊന്നുള്ള സമയമല്ല, എന്നാൽ തന്നെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കും 2025 BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്തോളൂ കേട്ടോ.